പുരാതനകാല ഐതിഹ്യങ്ങളിൽ വിശ്വസിക്കുന്ന തനിക്ക് പ്രേതകഥകളും യക്ഷിക്കഥകളും വളരെയധികം താല്പര്യമുള്ള ഒന്നാണ്. കുറെ കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സുഹൃത്തുക്കളുമൊത്ത് പ്രദേശത്തെ പാലമരങ്ങൾ സന്ദർശിക്കാൻ ഒരവസരം ലഭിച്ചത്. കുട്ടിക്കാലത്തെ കേൾക്കാൻ തുടങ്ങിയതാണ് പാലമരവും അതിന്മേൽ വസിക്കുന്ന യക്ഷികളെയും കുറിച്ച്. വീട്ടുപറമ്പിൽ ഒന്നുണ്ടായിരുന്നതായി ഓർമ്മയിൽ തെളിയുന്നു. പറമ്പിന്റെ ഒരു മൂലയിൽ ആരാരും ശ്രദ്ധിക്കാതെ നീണ്ടു മേലോട്ട് പൊങ്ങി നിൽക്കുന്നു ആ മരം. ഒറ്റയ്ക്കുള്ള ആ നിൽപ്പ് പലപ്പോഴും എന്നിൽ പേടി ഉളവാക്കിയിരുന്നു. കളിക്കുന്നതിനിടയിൽ പോലും ആ മരത്തിന്റെ അടുത്തേക്ക് പോകാൻ വീട്ടുകാർ സമ്മതിച്ചിരുന്നില്ല. പലപ്പോഴും കാര്യങ്ങൾ തിരക്കിയാലും കൃത്യമായ മറുപടിയും തന്നിരുന്നില്ല. മാമ്പഴക്കാലമായാൽ വീട്ടുമുറ്റത്തെ മാവിൽ നിറയെ മാങ്ങകൾ കായ്ക്കാറുണ്ട്. മാങ്ങകൾ പഴുത്തു വീഴാൻ തുടങ്ങിയാൽ അത് പെറുക്കിക്കൂട്ടാൻ ദിവസവും പുലർച്ചെ എണീക്കും. മാങ്ങകൾ ഇരുട്ടത്ത് തപ്പുന്നിടെയാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. വിലക്കേർപ്പെട്ട മരത്തിന് താഴെ പഴക്കം ചെന്ന മുറവും ചൂലും കുറെ പൂക്കളും ആരോ കൊണ്ടുവച്ചതായി കണ്ടു. അർദ്ധരാത്രിയോടെയാവണം ഇതിവിടെ കൊണ്ടുവച്ചത്. ഇത് കണ്ട് പേടിച്ച് വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞു. ആ മരത്തിനടുത്തേക്ക് പോകരുത്, അതിന് താഴെ കാണുന്ന ഒന്നും എടുക്കാനും പാടില്ല കൽപ്പന വന്നു. പിന്നെ കുറെ ദിവസങ്ങൾക്ക് ശേഷം ആ മരത്തിൽ വലിയ ഇരുമ്പ് ആണികളും തകിടുകളും തറച്ചു വെച്ചിട്ടുള്ളതായും ശ്രദ്ധയിൽപ്പെട്ടു. പിശാചുക്കളെയും യക്ഷികളെയും പ്രേതാത്മാക്കളെയും പാലമരത്തിൽ തടയ്ക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വീട്ടുകാർ പറഞ്ഞറിഞ്ഞു. ദുർമരണം സംഭവിച്ച സ്ത്രീകളുടെ ആത്മാക്കൾ യക്ഷികളായി മാറുമത്രേ. തന്നെ ദ്രോഹിച്ചവരോട് പക തീർക്കാൻ വേണ്ടിയാണത്രേ ഇവർ യക്ഷികളാവുന്നത്. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന യക്ഷികൾക്ക് ഒരു അഭയസ്ഥലമാണ് പാലമരങ്ങൾ എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. വൃശ്ചിക മാസത്തിൽ പാലകൾ പൂക്കാൻ തുടങ്ങും. ഇതിൽ നിന്ന് വരുന്ന ഗന്ധം വളരെ ദൂരേക്ക് വരെ എത്തുമത്രേ. നിലാവുള്ള രാത്രിയിൽ പ്രേതാത്മാക്കൾ ഈ വാസനയെ ലക്ഷ്യം വെച്ച് വരുമെന്നും പാലമരത്തിന്റെ ചില്ലകളിൽ ഇരിക്കുമെന്നും വിശ്വസിക്കുന്നു. രാത്രികാലങ്ങളിലെ വഴിയാത്രക്കാരെ വശീകരിച്ച് പാലമരത്തിലേക്ക് ആവാഹിച്ച ശേഷം ഇവരുടെ ചോര കുടിച്ച് കൊല്ലുകയാണത്രേ പതിവ്. പല യക്ഷികളും രക്തദാഹികളാണ്. വ്യത്യസ്ത തരം പാലമരങ്ങൾ തന്നെയുണ്ട്. ഏയിലംപാല, യക്ഷിപ്പാല, ദൈവപ്പാല, കുടപ്പാല, കുരുട്ടുപാല തുടങ്ങി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാലകൾക്ക് അനവധി നാമധേയങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള യക്ഷികളും ഉണ്ടെന്ന് പറയപ്പെടുന്നു. ചുടലയക്ഷി, കാമയക്ഷി, ഉഗ്രരൂപിണിയായ യക്ഷി. ആഗ്രഹങ്ങൾ തീരാതെ മരിച്ച സ്ത്രീകളുടെ മനസ്സാണ് യക്ഷികളായി തീരുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ചിലർ പ്രതികാരദാഹികളും ചിലർ മോഹങ്ങൾ അടയ്ക്കാൻ വേണ്ടി വീണ്ടും ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കാൻ ശാപമോ അനുഗ്രഹമോ ഒക്കെ വാങ്ങി വരുന്നു. ഗന്ധർവന്റെ പെണ്ണുടലുകൾ പോലെ പുരുഷന്റെ മുഖങ്ങളിലേക്ക് അവർ വീണ്ടും പെയ്തിറങ്ങുന്നു. സിനിമ മുതൽ സാഹിത്യങ്ങളിൽ വരെ ഇത്തരം യക്ഷികളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അർദ്ധരാത്രി വാഹനം ഓടിച്ചു പോകുന്നവരുടെ കുറുകെ നടന്നു നീങ്ങുന്ന സുന്ദരിയായ പെണ്ണിനെ കണ്ട് കൂടെ കൂടുന്ന പുരുഷന്മാരുടെ ചോര കുടിക്കുന്ന യക്ഷി. വാഹനത്തിന് കുറുകെ ചാടി അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന യക്ഷി. തലയിൽ അടിച്ചു കയറ്റി ഇരുമ്പാണി ഊരിയെടുക്കാൻ സഹായിക്കുന്നവരെ ഭീകരരൂപം പ്രാപിച്ച് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന യക്ഷി. ഇത്തരത്തിൽ നിരവധി സിനിമകൾ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ സ്നേഹിച്ച പുരുഷനെ തേടിപ്പിടിച്ച് മനുഷ്യജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന യക്ഷികളും ഉണ്ട്. ഇങ്ങനെ പാലമരവും യക്ഷികളും തമ്മിൽ നല്ലൊരു ബന്ധമാണുള്ളത്. ജൈനമതത്തിന്റെ വ്യാപനത്തോടെയാണ് കേരളത്തിൽ യക്ഷി ആരാധന തുടങ്ങുന്നത്. 8-ാം നൂറ്റാണ്ടു മുതൽ കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ യക്ഷ ആരാധന ഉണ്ടായിരുന്നതായി തെളിവുകളുണ്ട്. ഈ കാലഘട്ടത്തിലും യക്ഷി കഥകൾ കേട്ട് വീടിന് പുറത്തിറങ്ങാത്തവരും സുന്ദരികളായ യക്ഷികളെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാരും ഉണ്ടെന്നുള്ളതും രസകരം തന്നെ.